ഞായറാഴ്ചകളിലും മുഴുവൻ മുസ്ലിംസും പള്ളിയിൽ പോകും. ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും പള്ളിയിൽ പോകും, നിർബന്ധമാണ്. അതുകൊണ്ട് എന്താ, ഒരു ക്രിസ്ത്യൻ കുട്ടിയെ വിളിച്ച് എന്താ ബൈബിൾ എന്ന് ചോദിച്ചാൽ അവൻ അറിയാം. ഒരു ഇസ്ലാം കുട്ടിയെ വിളിച്ച് എന്താ ഖുറാൻ എന്ന് ചോദിച്ചാൽ അവൻ അറിയാം. ഒരു ഹിന്ദു കുട്ടിയെ വിളിച്ച് ഭഗവത്ഗീതയ്ക്ക് എത്ര അധ്യായമുണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നവർ ചുരുക്കമാണ്. നിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നവർ ചുരുക്കമാണ്. നമ്മുടെ മക്കൾ നാളെ എത്തുന്നത് പല ജാതിയിലും മതത്തിലുമുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കാണ്. അവർ ചോദിക്കും, നീ എന്തിനാ ഹിന്ദുവായ? കുട്ടി ചിന്തിക്കും, പറഞ്ഞോളെ ഞാൻ എന്തിനാ ഹിന്ദുവായ, എനിക്ക് അറിഞ്ഞുകൂടാ. നീ എന്തിനാ അമ്പലത്തിൽ പോന്നെ? അതെന്തിനാ അമ്പലത്തിൽ പോന്നെ? അമ്മ വിളിക്കുന്നു, ഞാൻ പോകുന്നു, അറിയില്ല. നിന്റെ ഗ്രന്ഥം എന്താ? അറിയില്ല. ഇവിടെയാണ് സ്വന്തം മതത്തോട്, സ്വന്തം സംസ്കാരത്തോട് മതിപ്പില്ലാതെ വരുമ്പോഴാണ് മതപരിവർത്തനങ്ങൾ നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ പരാധീനതകൾ മുഴുവനും സാഗൂതം വീക്ഷിക്കുകയായിരുന്നു ഞാൻ. മുഖവരി എന്നോളം ഒരു ചിത്രം ഞാൻ പങ്കുവെക്കുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഓണംപുള്ളി മുഹമ്മദ് ഫൈസി. ഇസ്ലാമിക പണ്ഡിതനാണേ, അതോടൊപ്പം സംസ്കൃതത്തിൽ ബിരുദമുള്ള ആളാണ്. ഇദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ എന്താണ് പഠിക്കുന്നതെന്ന് ഒരു വേള ഒന്ന് കണ്ടു നോക്കും. വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്വൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഇനി വയം ആരംഭം കുർമഃ. പ്രഥമം ഏക സുഭാഷിതം പഠാമः. ഭവാൻ ഏക ശ്ലോകം പഠതി വാ? പഠതി. ഉദ്യമേനൈവ സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഃ നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഃ. കണ്ടല്ലോ അല്ലേ? അവരാ ചൊല്ലുന്നത് സംസ്കൃത ശ്ലോകമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. വിശുദ്ധമായ ഖുർആൻ സ്വായത്തമാക്കുന്നതോടൊപ്പം തന്നെ സംസ്കൃത ഭാഷ പഠിക്കുന്നു, ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കുന്നു. ആ ശ്ലോകങ്ങൾ സംസ്കൃത അധ്യാപകരോട് പങ്കുവെക്കുകയും ചെയ്യും. നയനമനോഹരമായ കാഴ്ചയല്ലേ? എൻ്റെ ഈ വീഡിയോ എന്നെങ്കിലും ഈ പ്രസംഗിച്ച കുട്ടി കാണുകയാണെങ്കിൽ മോളെ ഒരു വേള ഒന്ന് ചിന്തിക്കണം. ഈ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഈ സംസ്കൃത ശ്ലോകം പഠിക്കാൻ അവസരമുണ്ടായതുപോലെ, ഇത്തരമൊരു സംവിധാനം ഉള്ളതുപോലെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ്റെ കുട്ടിക്ക് അവസരമുണ്ടോ? അങ്ങനെ പഠിക്കാനുള്ള ഏതെങ്കിലും സംവിധാനങ്ങളുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. സംസ്കൃതത്തിൽ ബിരുദമെടുത്ത മുസ്ലിം പണ്ഡിതന്മാരുടെ അത്രയും ആചാര്യന്മാർ സംസ്കൃതത്തിൽ ബിരുദമെടുത്തവർ നമ്മുടെ നാട്ടിലുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ, ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ അവരുടെ കരങ്ങളിലുള്ള ഗ്രന്ഥമല്ലേ ഗീതയും രാമായണവും മഹാഭാരതവും ഒക്കെ? ശ്രീരാമന് വേണ്ടിയല്ലേ ഒരു പള്ളി തച്ചു തകർക്കുകയും അവിടെ ക്ഷേത്രം ഉയരുന്നത്? എന്തെങ്കിലും പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. എന്നാൽ ആ രാമായണമടക്കമുള്ള എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ ഭാഷ എത്ര പേർക്കറിയാം? ആ രാമായണം എത്ര പേർക്കറിയാം? ഇപ്പം എൻ്റെ കയ്യിൽ രാമായണമുണ്ട്, ഭാരതീയ സംസ്കാരമുണ്ട്, അതുപോലെ തന്നെ മനുസ്മൃതി അടക്കമുണ്ട്. ഞങ്ങളിതൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നവർക്ക് ഈ മഹത് ഗ്രന്ഥങ്ങൾ, അതിൻ്റെ ഭാഷകൾ ഈ നാട്ടിലുള്ള ഏറ്റവും കുറഞ്ഞത് ഹൈന്ദവ സഹോദരങ്ങളും പഠിച്ചിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എങ്കിൽ ഒരു പഞ്ചായത്തിൽ 10 സ്കൂൾ വെച്ചെങ്കിലും ഗീതാ സ്കൂൾ ഉണ്ടാക്കാൻ അവരെ കൊണ്ട് കഴിയുമായിരുന്നു. ഞങ്ങൾ ന്യൂനപക്ഷമല്ലേ? ഒരൊറ്റ സുപ്രഭാതത്തിൽ മോഡി സർക്കാർ ഖുർആൻ അങ്ങ് ബാൻ ചെയ്യാന്ന് വിചാരിക്കുക, മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ? 8-9 വയസ്സ് മുതലുള്ള ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾക്ക് 114 അധ്യായങ്ങളും 6000 ചില്ലുവാനും വരുന്ന ആയത്തുകളുമുള്ള വിശുദ്ധമായ ഖുർആൻ ഹൃദ്യസ്ഥമാണ്. ഇതുപോലെ തന്നെ 100 കണക്കിന് ശ്ലോകങ്ങളും ഹൃദ്യസ്ഥമുള്ള കുട്ടികളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇത് ഈ നാട്ടിലെ ഹൈന്ദവന്റെ കുട്ടികൾക്ക് ഇതിനുള്ള അവസരമുണ്ടോ? എന്തുകൊണ്ട് അവസരം ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ ഗ്രന്ഥങ്ങൾ, ഈ ഭാഷയൊക്കെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഹിന്ദു പഠിച്ചാൽ ഉണ്ടാകുന്നത് എന്താണെന്നറിയോ? കൊണ്ട് നോക്കിയേ, ഇതിനാളെ കിട്ടൂല. ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ അവന് ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ച ആൻസർ പറയാനുണ്ടോ? ഇനി ഹിന്ദുവിന്റെ വീട്ടിൽ കയറിയാൽ കാല് വെട്ടിക്കളയുമെന്നാ പറഞ്ഞത്. ആ ക്രൈസ്തവ സുവിശേഷ പ്രഭാഷകര്, പാസ്റ്റർമാര് മോഷ്ടിക്കാൻ പോയതല്ല, ആക്രമിക്കാൻ പോയതല്ല, അതിനൊന്നും പോയതല്ല. അവര് പഠിച്ചിട്ടുള്ള ബൈബിളിന്റെ സ്നേഹഭാഷ
ഒരു കടലാസിൽ എഴുതിയ ഒരു പേപ്പർ അവരുടെ എല്ലാം കൈക്കൊണ്ട് കൊടുത്തു, ആ നാട്ടിലുള്ള ജനങ്ങളുടെ കൈക്കൊണ്ട് കൊടുത്തു. അതിനാണ് ഇനി അത് കൊടുത്താൽ നിങ്ങളുടെ കാല് വെട്ടിക്കളയുമെന്ന് പറയുന്നത്. ആ ആക്രമിക്കുന്നവരിൽ ഏതെങ്കിലും ഒരുത്തനോട് നീ ഉൾക്കൊള്ളുന്ന ഹിന്ദു മതം അതിൻ്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ മിണ്ടാതെ വായും പൊട്ടി പോകേണ്ടി വരും. സനാതനധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ മിണ്ടാതെ പോകേണ്ടി വരും. സ്വന്തം മതം പഠിക്കത്തില്ല എന്ന് മാത്രമല്ല, മറ്റു മതങ്ങളോടുള്ള അന്ധമായ സഹിഷ്ണുത. അവനവൻ്റെ ആശയങ്ങൾ പഠിക്കത്തില്ല, മരണം വരെ പഠിക്കത്തില്ല. എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിച്ചാൽ, ഈ കുറഞ്ഞ കാലേ ആയുള്ളൂ ഈ സാധനമൊക്കെ ചില ആളുകൾക്ക് തൊടാൻ അവകാശമുണ്ടായത്. ഈ രാമായണമൊക്കെ കുറഞ്ഞ കാലമായുള്ളൂ. അതുകൊണ്ടല്ലേ ഈ എല്ലാ മുസ്ലിമിൻ്റെ വീട്ടിലും ഖുർആനുണ്ട്, എല്ലാ ക്രിസ്ത്യാനിയുടെ വീട്ടിലും ബൈബിളുണ്ട്. എന്നാൽ ഈ ഭൂരിപക്ഷ സമൂഹത്തിൽപ്പെട്ട എത്ര സഹോദരന്മാരുടെ വീട്ടിൽ ഈ പറയപ്പെട്ട രാമായണവും ഗീതയും മഹാഭാരതമൊക്കെ ഉണ്ട്? എന്തുകൊണ്ടാണ് എന്ന് ബാക്കിലോട്ട് ചിന്തിച്ചാൽ അതിന് ഉത്തരം കിട്ടും. ആ കാരണം കൊണ്ട് തന്നെ മറ്റു മതങ്ങളെ പേടിയാണ്. ഒരു കടലാസ് കിട്ടിയാൽ അവർക്ക് പേടിയാണ്, മതം മാറിപ്പോകും. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു കാര്യം, നിങ്ങൾ കയ്യും കാലും ഒന്നും വെട്ടണ്ടോ. നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളും മര്യാദക്ക് നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അത് പഠിപ്പിച്ചു കൊടുത്തോളം കുഴപ്പമെന്താ അറിയാവാ, പിന്നെ ഈ നാട്ടിൽ വർഗീയ വിദ്വേഷവും ഈ തമ്മിത്തല്ലും ബഹളവും ഉണ്ടാക്കാനും പള്ളി പൊളിക്കാനും ചർച്ച പൊളിക്കാനും ആരെയും കിട്ടൂല. അവരൊക്കെ മര്യാദക്കാരാവും. കരാവിമ ശരീരസ്യ നേത്രയുരുമ ഭഷ്മണി ആഭിചാര്യം കുര്യത് മിത്ര സമുച്ചതേ. കണ്ണിൻ്റെ പോള കണ്ണിനെ സംരക്ഷിക്കുന്നത് പോലെ നീ അപരനെ സംരക്ഷിക്കണേ, അവനെ സ്നേഹിക്കണേ എന്ന് പറഞ്ഞ ശ്ലോകങ്ങൾ. സത്യം ബ്രൂയത് പ്രിയം ബ്രൂയത് ന ബ്രൂയത് സത്യമപ്രിയ പ്രിയം ചാനർത്ഥം ഏകേശ സനാതന. നീ സത്യം മാത്രം പറയണേ, ഇഷ്ടമുള്ള സത്യം മാത്രമേ പറയാവുള്ളേ, അപ്രിയ സത്യങ്ങൾ പറയല്ലേ, ഇഷ്ടമുള്ള അപ്രിയ സത്യങ്ങളും പറയല്ലേ. അങ്ങനെ സത്യം മാത്രം പറയലാണ് സനാതനധർമ്മമെന്ന. എത്ര പേർക്കറിയാം? ഞാൻ ഈ ചൊല്ലിയ ശ്ലോകം പോലും ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തവരുണ്ട്. എന്തും മറ്റുള്ളവരോട് എന്നും അസാഷ്ട്രം മാത്രം. അതുകൊണ്ട് നിങ്ങളിതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് തുറന്നു പറഞ്ഞതാണ്. ഈ നാട്ടിലെ മുസൽമാന് ശ്ലോകം അറിയുന്നവരുണ്ട്, ബൈബിൾ, എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്, ബൈബിൾ അറിയുന്നവരുണ്ട്. ഞങ്ങൾക്കൊന്നും ഇത് വായിച്ചത് കൊണ്ട് യാതൊരു കുലുക്കം ഉണ്ടാകാനില്ല. കാരണം ഇസ്ലാം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ പറഞ്ഞില്ലേ മറ്റു മതസ്ഥനെ കിട്ടുന്നിടത്ത് വെച്ച് അറ്റാക്ക് ചെയ്യണം, കൊല്ലണമെന്നൊക്കെ പറഞ്ഞ ഗ്രന്ഥം നിങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കും, പരിഹസിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം പരിഹാസമൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും എന്താണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്? ആ റിസൾട്ട് എന്താണ് എന്ന് നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സകലത്തിൻ്റെയും ഉത്തരം കിട്ടുമെന്നുള്ളതാണ്.